എസ് രാജമൗലിയുടെ സംവിധാനത്തിലൊരുങ്ങുന്ന ബ്രഹ്മാണ്ഡ ചിത്രം വാരണാസി. മഹേഷ് ബാബുവാണ് ചിത്രത്തിലെ നായകൻ. മലയാളത്തിൽ നിന്നും പൃഥ്വിരാജ് സുകുമാരനും ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. കുംഭ. വാരണാസിയിലെ വില്ലനാണ് പൃഥ്വിരാജിന്റെ കുംഭ. നേരത്തെ പുറത്തുവന്ന ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ പോസ്റ്ററിൽ നാം കണ്ടതാണ് കുംഭയെ. ശരീരം തളർന്ന് വീൽ ചെയറിലിരിക്കുന്ന ഒരാളാണത്. കുംഭയെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി നടൻ പൃഥ്വിരാജ് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കുംഭയുടെ വീൽ ചെയർ വെറുമൊരു ഉപകരണമല്ലെന്നും അത് തന്റെ കഥാപാത്രത്തിന്റെ ചിന്തകളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണെന്നും പൃഥ്വിരാജ് പറയുന്നു. പലരും വിചാരിക്കുന്നത് വീൽ ചെയറിലിരിക്കുന്ന വില്ലന് ഒന്നും ചെയ്യാനില്ല എന്നാണ്. എന്നാൽ കുംഭ അങ്ങനെയല്ല. ആ കഥാപാത്രത്തിന്റെ ചിന്തകൾ പലരും വിചാരിക്കുന്നതിനും മേലെയാണ്. വീൽ ചെയർ അയാളുടെ പ്രോപ്പർട്ടികളിൽ ഒന്ന് മാത്രമാണ്. അതിലിരുന്നു കൊണ്ട് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തും. വളരെ അപകടകാരിയായ കഥാപാത്രമാണ് കുംഭ. അയാൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കും ചിന്തിക്കാൻ പോലും ആകില്ല എന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർക്കുന്നു. കുംഭ പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്നാണ് പൃഥ്വി പറയുന്നത്. വീൽ ചെയർ സീനുകളൊക്കെ യഥാർത്ഥത്തിൽ ചിത്രീകരിച്ചതാണ്, CGI ഉപയോഗിച്ചിട്ടില്ല. ശാരീരികമായി ബുദ്ധിമുട്ടുള്ള കഥാപാത്രമായതുകൊണ്ട് തന്നെ മുഖത്തെ ഭാവങ്ങളാണ് പ്രധാനം. എല്ലാ വികാരങ്ങളും മുഖഭാവങ്ങളിലൂടെ പ്രകടിപ്പിക്കേണ്ടി വന്നുവെന്നും പൃഥ്വിരാജ് പറയുന്നു. ശരീരത്തിന് ചലനശേഷിയില്ലാത്ത ഒരാളായി അഭിനയിക്കുമ്പോൾ കൈകാലുകൾ അബദ്ധത്തിൽ പോലും ചലിക്കാതിരിക്കാൻ പ്രത്യേക മെക്കാനിസം ഉപയോഗിച്ചാണ് അവർ സീറ്റിൽ ഉറപ്പിച്ചിരിക്കുന്നത്. തൻ്റെ ശരീരത്തെ സ്വന്തമല്ലാത്ത ഒന്നായി കാണുന്ന അത്രമേൽ തീവ്രമായ ഒരു മാനസികാവസ്ഥയിലാണ് കുംഭ ഉള്ളത്. അതേസമയം ശാരീരികമായി അവശനാണെങ്കിലും ബുദ്ധിശക്തി കൊണ്ടും ക്രൂരത കൊണ്ടും അത്യന്തം അപകടകാരിയായ ഒരു വ്യക്തിത്വമാണ് കുംഭയുടേത്. ചിത്രത്തിലെ വില്ലന്റെ ഓരോ നീക്കങ്ങളും പ്രവചനാതീതമായിരിക്കും. ഏതായാലും മഹേഷ് ബാബുവിന്റെ രുദ്ര എന്ന നായക കഥാപാത്രത്തിന് വെല്ലുവിളി ഉയർത്തുന്ന വില്ലൻ തന്നെയാണ് കുംഭ എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. കുംഭയ്ക്ക് ജീവൻ നൽകിയ പൃഥ്വിരാജ് പറയുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ അത്. അങ്ങനെ ചുമ്മാ വീൽ ചെയറിലിരുന്ന് പോകാൻ വന്നതല്ല ഈ കഥാപാത്രമെന്ന്. 2027 ഏപ്രിലിൽ വാരണാസി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. IMAX ഫോർമാറ്റിൽ പുറത്തിറങ്ങുന്ന ചിത്രം ഇന്ത്യൻ സിനിമയിലെ പുതിയ ചരിത്രമാകുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം പൃഥ്വിരാജ് നൽകിയ സൂചനകൾ വെച്ച് നോക്കിയാൽ കൊടും ക്രൂരനായ ഒരു വില്ലന്റെ പ്രകടനവും നമുക്ക് കാണാം.